കാണിച്ച ആ അപ്പൊ നമുക്ക് അടുത്ത ചാപ്റ്റർ എടുക്കാം, ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അതുകൂടി കഴിഞ്ഞാൽ ഈ ബുക്ക് തീരില്ലേ? എടുത്തോട്ടെ? ഓക്കെ. The danger of a single story. How do you observe the world around you? How do values and practices vary across culture? Our false assumptions about others can often lead to stereotypes and unfair judgments about individuals or groups. Stereotypes and biases can affect our lives. Understanding cultural differences can help one see things from a different point of view and develop great understanding. Let's see what Chimamanda Ngozi Adichie tells us in her enlightening speech, ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അതായത് ഇതൊരു കൾച്ചറിനെ ബന്ധപ്പെടുത്തി പറയുന്നതെന്നാണ് പറയുന്നത്. അതായത് ഈ ലോകത്ത് ഈ ലോകത്ത് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഓരോ കൺട്രീസിനെയും വേർതിരിച്ചിരിക്കുന്നത് എന്തിന്റെ ബേസിലാണ് ഓരോ രാജ്യത്തെയും വേർതിരിച്ചിരിക്കുന്നത്? എന്തൊക്കെ വ്യത്യാസമാണ് ഒരു രാജ്യത്തിൽ നിന്നും മറ്റു രാജ്യത്തുള്ളത്? ഇന്ത്യ അമേരിക്ക തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അല്ലെങ്കിൽ ഇന്ത്യ ആഫ്രിക്ക തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തൊക്കെ വ്യത്യാസം ഉണ്ടാവും? പറയൂ, എന്തൊക്കെ വ്യത്യാസമുണ്ട്? ജനസംഖ്യയിൽ വ്യത്യാസം ഉണ്ടാവും. ജനസംഖ്യ അതല്ല, അല്ലാണ്ട് നമുക്ക് എന്തൊക്കെ വ്യത്യാസമാണുള്ളത്? അല്ലെങ്കിൽ വേണ്ട, ഈ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയിട്ടുണ്ടോ? തമിഴ്നാട്ടിലേക്ക് പോകുമ്പോ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിയണം അല്ലെ? എവിടെയാണെങ്കിലും ചെക്ക് പോസ്റ്റ് ഉണ്ടാവും. അപ്പൊ ശിവശങ്കറിന് ഏത് വഴിയാണ് പോയേക്കുന്നത്? തമിഴ്നാടിന്റെ ഏത് ഭാഗത്തേക്കാ പോയേക്കുന്നത്? ഞാൻ ചെന്നൈയിലേക്ക്. ഓക്കെ. അപ്പോ ചെക്ക് പോസ്റ്റ് അങ്ങനെയല്ലേ പോയത്? ട്രെയിൻ വഴിയാണോ പോയത്? ട്രെയിനിലാ പോയെ. ഓക്കെ. ഇപ്പൊ നമ്മൾ റോഡ് മാർഗത്തിലൂടെയാണ് പോണെങ്കിൽ ഒരു ചെക്ക് പോസ്റ്റ് കടക്കും. അപ്പൊ ആ ചെക്ക് പോസ്റ്റ് കടന്ന് ആ തൊട്ട് മുമ്പിലുള്ള കേരളത്തിനും അതിന്റെ അപ്പുറത്തുള്ള തമിഴ്നാടിനും തമ്മിൽ വലിയ വ്യത്യാസങ്ങളാണുള്ളത്. കൾച്ചർ വേരിയേഷനും അതുപോലെ സ്മെല്ല് വരെ വ്യത്യാസമുണ്ട്, എയറിൽ പോലും വ്യത്യാസമുണ്ട്. പെട്ടെന്ന് ഒരു ചൂട് കാറ്റ് നമുക്ക് അനുഭവപ്പെടും. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ സ്മെല്ല് ഒരു മുല്ലപ്പൂവിന്റെ ഒക്കെ സ്മെല്ലൊക്കെ തോന്നും അങ്ങോട്ട് ചെല്ലുമ്പോ. പിന്നെ അത് മാത്രമല്ല, അവിടെ വരെ ചിലപ്പോ കാളവണ്ടി കാര്യങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പെട്ടെന്ന് ഒരു കാളവണ്ടീനെയും, അതായത് ഞാൻ കമ്പം ആ ഒരു വില്ലേജ് ഏരിയനെയാണ് കേട്ടോ പറയുന്നത്. പെട്ടെന്ന് നമ്മൾ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ കാളവണ്ടി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. ആളുകളെല്ലാവരും സ്ത്രീകൾ ഉൾപ്പെടെ സൈക്കിൾ ഓടിച്ചു പോകുന്നത് കാണാൻ പറ്റും. ആളുകളുടെ കളറ് ഒരു പ്രത്യേക തരത്തിലുള്ള ബ്ലാക്ക് ആയിരിക്കും. ഇതെല്ലാം ഒരു കൾച്ചർ വേരിയേഷൻ ആണ് അല്ലെ? കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോന്നു കഴിഞ്ഞപ്പോ എല്ലാത്തിലും വ്യത്യാസം വന്നു. കൾച്ചർ വേരിയേഷൻ ആണ് മെയിൻ ആയിട്ട് ജോഗ്രഫിക്കലി നമ്മളെ വേർതിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂട്ടോ. അപ്പോ എന്തെങ്കിലും അപ്പൊ ഇതിൽ പറയുന്നത് സ്റ്റീരിയോടൈപ്സ് ആണ്. സ്റ്റീരിയോടൈപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റമില്ലാതെ നമ്മൾ ചില കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റം നമ്മൾ വരുത്തില്ല, അത് അങ്ങനെ തന്നെയാണ് എന്നുള്ളൊരു വിചാരം നമുക്കുണ്ട്. ഇപ്പൊ തമിഴ്നാടിനെ തമിഴ് ആളുകളെ നമ്മൾ വൃത്തിയില്ലാത്ത ആളുകളായിട്ട് ഒരു കൾച്ചർ, അങ്ങനെയുള്ള ഒരു കൾച്ചർ എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കുകയാണ്. അതൊരു സ്റ്റീരിയോടൈപ്പ് ആണെന്നാണ് പറയുന്നത്. വെച്ചാൽ കുറെ ആളുകളെ നമ്മൾ അങ്ങോട്ട് വിചാരിച്ചു വെച്ചേക്കാണ് അവരങ്ങനെയാണ് എന്ന് നമ്മൾ വിചാരിച്ചു വെക്കും. അതുപോലെ തന്നെ തമിഴ്നാട്ടിലോ വേറെ സ്റ്റേറ്റിലൊക്കെ പോയി നമ്മൾ ഫുഡ് കഴിക്കില്ല. കാരണം അവിടെ അങ്ങനത്തെ ഫുഡാണ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിൽ ഇപ്പൊ ഈ തവള കാര്യങ്ങളൊക്കെ കഴിക്കും. ഇപ്പൊ ഏത് സ്റ്റേറ്റിലാന്ന് എനിക്കറിയില്ല. അപ്പൊ ആ സ്റ്റേറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മടിക്കും. കാരണം അവിടെ അങ്ങനെയാണ് എന്നുള്ള ഒരു ചിന്ത, കൾച്ചർ വേരിയേഷൻ, കൾച്ചറൽ സ്റ്റീരിയോടൈപ്പ് നമ്മളുടെ മനസ്സിലുണ്ട്. അതിനെയാണ് സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത്. മാറ്റമില്ലാതെ നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ കെട്ടിപ്പടുത്തി വെച്ചിരിക്കുന്ന കുറെ അധികം ആചാരങ്ങൾ, അനാചാരങ്ങളെയാണ് നമ്മൾ സ്റ്റീരിയോടൈപ്പ് എന്ന് പറയുന്നത് കേട്ടോ.
അപ്പൊ ഇവര് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാം ഒന്നല്ല, നമ്മൾ കുറെയൊക്കെ അങ്ങനെ ഉണ്ടാക്കി എടുക്കുന്നതാണെന്നാണ് ഇതൊരു ആഫ്രിക്കൻ നൈജീരിയൻ നോവലിസ്റ്റ് ആണ്. ഇവര് പറയുന്നത് അങ്ങനെയാണ്. ഇതെല്ലാം നിങ്ങളുടെ തോന്നലുകൾ, നിങ്ങൾ ഒരുപാട് കൾച്ചറൽ ഡിഫറൻസസും കാര്യങ്ങളെല്ലാം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക എന്നാണ് പറയുന്നത്. അതിനെ കുറിച്ചുള്ള ഒരു സ്റ്റോറിയാണ് ഇത്, ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. അപ്പൊ ചിമാമാൻഡ ഗ്നോസി എന്ന് പറയുന്ന ആള് ഒരു സ്ത്രീ നൈജീരിയൻ നോവലിസ്റ്റ് ആണ്. സെപ്റ്റംബർ 15, 1977 ജനിച്ചത്. നോൺ ഫിക്ഷൻ റൈറ്റർ ആണ്, ഷോർട്ട് സ്റ്റോറി റൈറ്റർ ആണ്. She is regarded as the most prominent among young Anglophone authors in African literature. ആഫ്രിക്കൻ ലിറ്ററേച്ചറിലെ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള റൈറ്റർ ആണ് നമ്മളുടെ ഈ സ്ത്രീ. Her works include Purple Hibiscus, Half of a Yellow Sun and Americana. ഓക്കെ, ഇതെല്ലാമാണ് അവരുടെ കുറച്ചൊക്കെ വർക്ക്. അപ്പൊ അവരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. നൈജീരിയൻ നോവലിസ്റ്റ് ആണ് കേട്ടോ. I am a story teller. ഞാനൊരു സ്റ്റോറി ടെല്ലർ ആണ്. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടെൽ യു എ ഫ്യൂ പേഴ്സണൽ സ്റ്റോറി അബൌട്ട് വാട്ട് ഐ ലൈക്ക് ടു കോൾ ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി. ഞാൻ നിങ്ങളോട് കുറച്ചധികം സ്റ്റോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. I grew up on a university campus in Eastern Nigeria. ഈസ്റ്റേൺ നൈജീരിയയിൽ ഒരു യൂണിവേഴ്സിറ്റി ക്യാമ്പസിലാണ് ഞാൻ പഠിച്ചത്. My mother says that I started reading at the age of 2, although I think it probably happened when I was 4. എന്റെ അമ്മ പറയുന്നത് 2 വയസ്സ് മുതലേ ഞാൻ ഒരുപാട് വായിക്കുമെന്നായിരുന്നു പറയുന്നത്. പക്ഷെ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ചിലപ്പോൾ ഞാൻ 4 വയസ്സിലൊക്കെ വായിച്ചു തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. സോ ഐ വാസ് എൻ ഏർലി റീഡർ. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ഏർലി റീഡറാണ്. കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോൾ പോലെ ഞാൻ ഒരുപാട് വായിക്കുമായിരുന്നു. ആൻഡ് വാട്ട് ഐ റീഡ് വെയർ ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്ക്. അപ്പൊ ഞാൻ ചെറുപ്പം മുതലേ വായിച്ചത് ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്കാണ്. ബ്രിട്ടീഷുകാരും അമേരിക്കക്കാരൊക്കെ എഴുതിയിട്ടുള്ള അവരുടെ ബുക്സ് ആണ് ഞാൻ കൂടുതൽ വായിച്ചുകൊണ്ടിരുന്നത്. ഐ വാസ് ഓൾസോ ആൻ ഏർലി റൈറ്റർ. ഞാൻ ചെറുപ്പം തൊട്ടേ എഴുതുമായിരുന്നു. ആൻഡ് വെൻ ഐ ബിഗാൻ ടു റൈറ്റ് അറ്റ് അബൌട്ട് ദി ഏജ് ഓഫ് 7, പക്ഷെ ഞാൻ 7 വയസ്സുള്ളപ്പോൾ എഴുതി തുടങ്ങി. Stories in pencil with crayon illustration that my poor mother was obligated to read. I wrote exactly the kinds of story I was reading. Okay, അപ്പൊ എന്താണ്, ഞാൻ എങ്ങനത്തെ സ്റ്റോറീസ് ആണ് എഴുതിക്കൊണ്ടിരുന്നത്? ഞാൻ എന്താണോ വായിക്കുന്നത് അത് തന്നെയായിരുന്നു ഞാൻ എഴുതിക്കൊണ്ടിരുന്നത്. ഓക്കെ, ഇപ്പൊ അമേരിക്കൻസ് ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്ക് ആയിരുന്നു അവർ വായിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് തന്നെയായിരുന്നു ഞാൻ എന്റെ എഴുത്തിലും കൊണ്ടുവന്നിരുന്നത്. All my characters were white and blue-eyed. They played in the snow. They ate apples and they talked a lot about the weather, how lovely it was. The sun had come out. അപ്പം എന്റെ ക്യാരക്ടേഴ്സ്, എന്റെ റൈറ്റിംഗ്സിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ് ആയിരുന്നു. അതായത് വെളുത്ത നിറത്തിലുള്ള നീലക്കണ്ണുകളുള്ള, അതായത് സായിപ്പന്മാരുടെ കഥകളൊക്കെ ആയിരുന്നു എഴുതിക്കൊണ്ടിരുന്നത്. They played in the snow. അവർ മഞ്ഞുമലയിലൊക്കെ കളിച്ചിരുന്നു. അവർ ആപ്പിൾസ് ഭക്ഷിച്ചിരുന്നു. ഒരുപാട് ക്ലൈമറ്റിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ഓക്കെ, അതെല്ലാമായിരുന്നു അവരുടെ ക്യാരക്ടേഴ്സ്. കാരണം എന്തുകൊണ്ടാണ്? ഇവർ വായിച്ചിരുന്നത്, കുഞ്ഞു ചെറുപ്പം പോലെ വായിച്ചിരുന്നത് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്ക് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ കഥകളെല്ലാം തന്നെ ആ കഥകളൊക്കെ ആയിരുന്നു അവരെന്ത് ചെയ്തത്, അവരുടെ റൈറ്റിങ്ങിലും ഉൾപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് അവർ എഴുതുമ്പോ സായിപ്പ് മദാമ കാര്യങ്ങളെല്ലാം ആയിരുന്നു അവരുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരുന്നത്. ബട്ട് ഐ ഹാഡ് നെവർ ബീൻ ഔട്ട്സൈഡ് നൈജീരിയ. പക്ഷെ ഒരിക്കലും ഞാൻ നൈജീരിയയുടെ പുറത്ത് പോയിട്ടില്ല. വി ഡിഡ്ന്റ് ഹാവ് സ്നോ. ഞാൻ മഞ്ഞ് കണ്ടിട്ടില്ല. വി ഏറ്റ് മാംഗോസ്. ഞങ്ങൾ കൂടുതൽ മാങ്ങയാണ് ഭക്ഷിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് വി നെവർ ടോക്ക്ഡ് അബൌട്ട് ദി വെദർ. ഞങ്ങൾ ഒരുപാട് കാലാവസ്ഥയെ കുറിച്ച് പറയാറില്ല. ബിക്കോസ് ദർ വാസ് നോ നീഡ് ടു. കാരണം എന്താണ്, ഞങ്ങളുടെ കയ്യിൽ അതൊന്നുമില്ല. ഞങ്ങൾ ആഫ്രിക്ക, നൈജീരിയയിൽ വളരെയധികം പാവപ്പെട്ട ജനങ്ങളാണല്ലേ. അപ്പൊ അവിടെയൊക്കെ ഞങ്ങൾ ഒന്നിനെ പറ്റിയും കാലാവസ്ഥയെ കുറിച്ച് സംസാരിക്കാറില്ല. ഞങ്ങൾക്ക് പുറം ലോകമായിട്ട് ബന്ധമില്ല. ഞങ്ങൾ കാണുന്നത് ആ പൊട്ടക്കുളത്തിലെ തവള എന്ന് പറയുന്ന പോലെ ആ ചെറിയൊരു ലോകം മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നിന്റെയും സംസാരത്തിന്റെ ആവശ്യം ഞങ്ങൾക്ക് വരാറില്ലായിരുന്നു. What this shows, I think, is how impressionable and vulnerable we are in the face of a story, particularly as children. Because all I had read were books in which books by their very nature had to have foreigners in them and had to be about things with which I could not personally identify. Now,
തിങ്സ് ചേഞ്ച് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. ഓക്കെ, അപ്പോൾ എഴുതേണ്ടിയിരുന്നത് എന്താണ്, ഫോറിനേഴ്സ് എന്താ വെച്ചാൽ സായിപ്പന്മാരൊക്കെ എന്താണ് ഒരുപാട് എന്താണ് പുറം ലോകങ്ങൾ പോവും അല്ലെ. നമ്മളുടെ ഇവിടെ തന്നെയാണെങ്കിൽ എത്രയോ സായിപ്പന്മാർ നമ്മൾ കാണുന്നുണ്ടല്ലേ. കാരണം എന്താണ്, അവർ ഒരുപാട് ട്രിപ്പ് പോകുന്നവരാണ്, ഒരുപാട് ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കുന്നവരാണ്, എന്താണ് ഒരുപാട് ലോകം കാണുന്നവരാണ്. അപ്പം ഫോറിനേഴ്സ് ഒക്കെ ആയിരുന്നു എന്റെ റൈറ്റിംഗ്സിൽ കൂടുതൽ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ നൗ തിങ്സ് ചേഞ്ച് വെൻ ഐ ഡിസ്കവേർഡ് ആഫ്രിക്കൻ ബുക്സ്. പക്ഷെ ആഫ്രിക്കൻ ബുക്സ് ഒക്കെ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ കാര്യങ്ങളെല്ലാം മാറി. There were not many of them available and there were not quite as easy to find as the foreign books. അതായത് പക്ഷെ ഒരുപാട് ബുക്സ് ഒന്നും ഇല്ല. കാരണം ആഫ്രിക്കക്കാരൊന്നും എന്താണ് പട്ടിണി മാറ്റാൻ പോകുന്നോ ബുക്ക് എഴുതാൻ പോകുന്നോ എന്ന രീതിയിൽ ഒരുപാട് ബുക്സ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. ബട്ട് when I read Chinua Achebe and Kamara Le, I realized that people like me, girls with skin the color of chocolate, whose kinky hair could not form ponytails, could also exist in literature. പക്ഷെ ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, അമേരിക്കയിലും ബ്രിട്ടീഷുകാരും മാത്രമായിരുന്നു, അവരുടെ മാത്രമാണ് സാഹിത്യം, ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അവരുടെ മാത്രമാണ് എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ മനസ്സിലാക്കി ചിന്വ അച്ചുബയുടെയും കമാര ലയുടെ ഒക്കെ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോ, നോട്ട് ചെയ്യാട്ടോ, പേര് നോട്ട് ചെയ്യുക, ചിന്വ അച്ചബെ, കമാര ലേ, ഇവരുടെയൊക്കെ ബുക്കുകൾ വായിച്ചു കഴിഞ്ഞപ്പോ ഞാൻ മനസ്സിലാക്കി എന്നെ പോലെ ചോക്ലേറ്റ് നിറമുള്ള, അതായത് ചോക്ലേറ്റിന്റെ സ്കിൻ കളറുള്ള കിങ്കി ഹെയർ എന്ന് വെച്ചാൽ ഈ കാപ്പിരി മുടി ഉണ്ടല്ലോ, അങ്ങനെ ചുരുണ്ടുള്ള മുടി, അങ്ങനെയുള്ള ചുരുണ്ട മുടി, പോണി ടെയിൽസ് ഒന്നും കെട്ടിവെക്കാൻ പറ്റാതെ ചുരുണ്ട മുടിയുള്ള പെൺകുട്ടികള് ലിറ്ററേച്ചറിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കി എന്ന് അവരാണ് പറയുന്നത്. ഓക്കെ, അതോടുകൂടി ചിന്ന അച്ചുബേനൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അമേരിക്കൻസിന്റെയോ ബ്രിട്ടീഷുകാരുടെയോ മാത്രമല്ല ലിറ്ററേച്ചർ, ആഫ്രിക്കക്കാരുടെ കൂടിയാണ് എന്ന് അവർ മനസ്സിലാക്കി. ഐ സ്റ്റാർട്ടഡ് ടു റൈറ്റ് അബൌട്ട് തിങ്സ് ഐ റെക്കഗ്നൈസ്ഡ്. അങ്ങനെ ഞാൻ വായിച്ചത് മാത്രമല്ല, ഞാൻ കാണുന്നതും അറിയുന്നതും ഞാൻ മനസ്സിലാക്കിയതും എല്ലാം ഞാൻ എഴുതാൻ തുടങ്ങി. അത് ഞാൻ വായിച്ചത് മാത്രമായിരുന്നു എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അമേരിക്കക്കാരും ബ്രിട്ടീഷുകാരും മാത്രം എഴുതി. പക്ഷെ ഞാൻ മനസ്സിലാക്കി എന്നെ പോലുള്ളവരും ലിറ്ററേച്ചറിൽ ഉണ്ട് എന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, കണ്ടതും മനസ്സിലാക്കിയതും ഞാൻ എഴുതാൻ തുടങ്ങി. ഐ ലവ്ഡ് ദി അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ബുക്സ് ഐ റീഡ്. ഞാൻ അമേരിക്കയുടെയും ബ്രിട്ടീഷിന്റെ ബുക്സ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. This did my imagination and opened up new words for me. അവരുടെ ബുക്സ് ആണ് എന്നെ കൂടുതൽ ചിന്തിപ്പിച്ചതും അതുപോലെ തന്നെ ഒരുപാട് വായിക്കാനായിട്ട് പ്രേരിപ്പിച്ചതും എല്ലാം അവരുടെ ബുക്കുകളായിരുന്നു. But African writers saved me from having a single story of what books are. പക്ഷേ ആഫ്രിക്കൻ റൈറ്റേഴ്സ് ആണ് എന്നെ മനസ്സിലാക്കിച്ചത് എന്താണ് ബുക്ക് എന്നും എന്താണ് ലിറ്ററേച്ചർ എന്നും എന്നെ മനസ്സിലാക്കി തന്നത് ആഫ്രിക്കൻ ബുക്സ് ആണ് എന്നാണ് അവര് പറയുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. I came from a conventional middle-class Nigerian family. My father was a professor. My mother was an administrator. And so we had, as was the norm, live in domestic help who would often come from nearby rural villages. So the year I turned 8, we got a new houseboy. His name was Fight. The only thing my mother told us about him was that his family was very poor. My mother sent yams and rice and our old clothes to his family. And when I didn't finish my dinner, my mother would say, "Finish your food. Don't you know people like Fid's family have nothing?" So felt enormous pity for Fid's family. അതായത് എന്റെ വീട് എന്ന് പറയുന്നത് വളരെ കൺവെൻഷണൽ ആയിട്ടുള്ള ഒരു പഴയ വീടാണ്. എന്ന് വെച്ചാൽ പഴയ കുറച്ച് കൺവെൻഷണൽ ആയിട്ടുള്ള വീടാണ്. എന്ന് വെച്ചാൽ പഴയ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീടാണ്. മിഡിൽ ക്ലാസ് ഫാമിലിയാണ്, ഒരു നൈജീരിയൻ ഫാമിലിയാണ്, വലിയ പണക്കാരോ കാര്യങ്ങളൊന്നും അല്ല. എന്റെ ഫാദർ ഒരു പ്രൊഫസറാണ്, മദർ അഡ്മിനിസ്ട്രേറ്റർ ആണ്, രണ്ടുപേരും വർക്കിംഗ് ആണ്. ആൻഡ് സോ വി ഹാഡ് ആസ് വാസ് ദി നോം. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം പട്ടിണി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കാര്യങ്ങളിലെല്ലാം റൂൾസോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കാരണം അച്ഛൻ പ്രൊഫസറാണ്, അമ്മ ജോലിക്കാരിയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് നിയമവും കാര്യങ്ങളും ചിട്ടയായിട്ട് ഞങ്ങളെ വളർത്തിയിരിക്കുന്നത്. സോ ഞാൻ 8 വയസ്സായപ്പോ ഞങ്ങളുടെ വീട്ടിലൊരു ഹൗസ് ബോയ് വന്നു, ഒരു വീട്ടിലൊരു ജോലിക്കാരൻ വന്നു. ഓക്കെ,
ഒരു കുട്ടിയാണ്. ഹിസ് നെയിം വാസ് ഫിഡ്. അവന്റെ പേര് ഫിഡ് എന്നാണ്. ദി ഓൺലി തിങ് എന്റെ മദർ എന്താണ് ചെയ്തിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ വീട് എന്ന് വെച്ചാൽ ഫിഡ് എന്ന് പറയുന്ന കുട്ടിയുടെ വീട്, കുട്ടി വളരെയധികം പാവപ്പെട്ട, വളരെയധികം പുവർ ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ മദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓദറിന്റെ മദർ എന്തായിരുന്നു, റൈസ് അതുപോലെ തന്നെ ഇവരുടെ പഴയ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം അവരുടെ വീട്ടിലേക്ക് കൊടുക്കുമായിരുന്നു. എങ്ങാനും ഇവര് ഫുഡ് കഴിച്ചില്ലെങ്കിൽ, അതായത് നമ്മുടെ ഓദർ ഒക്കെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, ഈ അമ്മ പറയും ആ ഫിഡിന്റെ വീടൊക്കെ കണ്ടോ, അവരൊന്നും ഒരു ഭക്ഷണം പോലും കഴിക്കാതെ പട്ടിണി കിടക്കുകയാണ്, നീ ഫുഡ് കഴിക്കാതിരിക്കല്ലേ, ഫുഡ് വേസ്റ്റ് ആക്കല്ലേ എന്നും പറയുമായിരുന്നു. എപ്പോഴും ഫിഡിന്റെ ഫാമിലിനെ കുറിച്ചിട്ട് വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് അമ്മ സംസാരിക്കുമായിരുന്നു എന്നർത്ഥം. ഓക്കെ. Then take first question. First question ഒന്ന് എടുക്കട്ടോ. How does Adichie began her speech? What is striking about it? എന്ത് പറഞ്ഞിട്ടാണ് അഡിച്ചി നമ്മളുടെ സ്പീച്ച് തുടങ്ങുന്നത്? എന്താണ് അതിൽ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളത്? എന്താണ്, എന്ത് പറഞ്ഞാണ് തുടങ്ങുന്നത്? എന്ത് പറഞ്ഞാണ് സ്റ്റോറി തുടങ്ങുന്നത്? ദി ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അതായത് ഒരു സിംഗിൾ സ്റ്റോറിയുടെ ഡേഞ്ചർ എന്ന് പറഞ്ഞാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ്, എന്തോ ഒരു ഡേഞ്ചർ വരാനിരിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സ്റ്റോറിയുടെ ഉള്ളിൽ തന്നെ എന്തൊക്കെയോ വലിയൊരു ഡേഞ്ചർ ഉണ്ട് എന്നുള്ള ഒരു ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് എന്തൊക്കെയോ ഡേഞ്ചർ ഈ ഒരു സ്റ്റോറിയിൽ വായിക്കുന്നുണ്ട് എന്നാണ് ആ ഒരു ഇതിന്റെ മീനിങ്. How does Adichie describe the characters in her early writings? Early writingsല് എന്ത് ക്യാരക്ടേഴ്സ് ആയിരുന്നു അഡിച്ചി എഴുതിക്കൊണ്ടിരുന്നത്? അതായത് ആദ്യമൊക്കെ എഴുതുമ്പോൾ എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആയിരുന്നു അവരുടെ റൈറ്റിംഗ്സിൽ വന്നുകൊണ്ടിരുന്നത്? എന്ത് ക്യാരക്ടേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്? എന്ത് ക്യാരക്ടേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്? 2 മിനിറ്റ് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയില്ലേ പിള്ളേരെ? White and blue eyed they are. വൈറ്റ് ആൻഡ് ബ്ലൂ ഐഡ്. പിന്നെയോ? ദേ ഏറ്റ് ആപ്പിൾസ്, അവർ ആപ്പിൾസ് കഴിച്ചിരുന്നു. ദേ പ്ലേഡ് ഇൻ സ്നോ, മഞ്ഞുമലയിൽ കളിച്ചിരുന്നു. അതുപോലെ തന്നെ അവർ വെതറിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നു. അങ്ങനെയുള്ളവരെ ക്യാരക്ടേഴ്സിനെയാണ് അവര് ഇതിൽ ആദ്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി how did Adichie feel when she read books authored by H.B. and Lay? അതായത് how did Adichie feel when she read books authored by, അതായത് ആച്ചിബയുടെയും ലേയുടെയും ഒക്കെ ബുക്ക് വായിച്ചപ്പോ അഡിച്ചിക്ക് എന്താണ് ഫീൽ ചെയ്തത്? എന്താണ് ഫീൽ ചെയ്തത്? ആദ്യം ഇവരുടെ ഇത് കാണുന്നതിന് മുമ്പ്, അച്ചുബയുടെ ഒക്കെ റൈറ്റിങ്സ് കാണുന്നതിന് മുമ്പ് ഇവര് വിചാരിച്ചിരുന്നത് എന്താണ്, ഇതൊന്നും ഇല്ല, അതായത് എന്താണ്, ആഫ്രിക്കൻസിനൊന്നും ലിറ്ററേച്ചർ ഇല്ല, അമേരിക്കക്കാർക്ക് മാത്രമാണ് ലിറ്ററേച്ചർ ഉള്ളൂ എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അച്ചുബയുടെ ഒക്കെ റൈറ്റിങ്സ് കണ്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി, ഈ പെണ്ണിന് മനസ്സിലായി എന്താണ്, ചോക്ലേറ്റ് നിറമുള്ള പെൺകുട്ടികള്, കിങ്കി ഹെയർ ഉള്ള ചുരുണ്ട മുടിയുള്ള പെൺകുട്ടികളെല്ലാം ലിറ്ററേച്ചറിന്റെ ഭാഗമാണ്, സാഹിത്യത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലായത് ഈ ഒരു അച്ചുബയുടെ ഒക്കെ വർക്ക് കണ്ടപ്പോഴാണ്. അന്ന് മുതല് ഇവര് റീഡ് ചെയ്തത്, വായിച്ചത് മാത്രമല്ല എഴുതിക്കൊണ്ടിരുന്നത്, അതായത് അമേരിക്കൻസിന്റെ ഒക്കെ വായിച്ചത് മാത്രമല്ല എഴുതിക്കൊണ്ടിരുന്നത്, അവർ റെക്കഗ്നൈസ് ചെയ്തതും എഴുതാൻ തുടങ്ങി, മനസ്സിലാക്കിയതും കൂടെ ലിറ്ററേച്ചറിൽ എഴുതാൻ തുടങ്ങി. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഇരുന്ന് പറയുന്നുണ്ട്, നിങ്ങൾ എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കൂട്ടോ. Why do you think okay, how did American and British books help her in her writing? എങ്ങനെയൊക്കെയായിരുന്നു അമേരിക്കൻസും ബ്രിട്ടീഷിന്റെയും ബുക്സ് അവരെ ഹെൽപ്പ് ചെയ്തത് അവരുടെ റൈറ്റിങ്ങിന്? എങ്ങനെയൊക്കെയായിരുന്നു ഹെൽപ്പ് ചെയ്തത്?
അത് അമേരിക്കൻസിന്റെയും ബ്രിട്ടീഷുകാരുടെയും ബുക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ ഒരുപാട് അതിനെ സ്നേഹിച്ചിരുന്നു. കാരണം ഒരുപാട് അവരെ ചിന്തിപ്പിച്ചതും പുതിയ പുതിയ വാക്കുകളെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തതും ഈ അമേരിക്കൻസിന്റെ ബുക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻസിന്റെയും ബ്രിട്ടീഷുകാരുടെയും ബുക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. Why do you think the Westerners often talk about weather whenever they meet? എന്തുകൊണ്ടാണ് വെസ്റ്റേണേഴ്സ് കൂടുതൽ വെതറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് അവർ ഇവിടെ പറയാനുള്ള കാരണം എന്തുകൊണ്ടാണ്? ഫോറിനേഴ്സ് കുറെ സ്നോവിനെ പറ്റി വെതറിനെ പറ്റി സംസാരിക്കുന്നുണ്ടെന്ന് പറയാൻ കാരണം മുകളിൽ കണ്ടോ അവിടെ പറയുന്നുണ്ടല്ലേ, അവര് അവരുടെ റൈറ്റിംഗ്സിൽ എന്താണ് സായിപ്പും മദാമയൊക്കെ കൂടുതൽ വെതറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്, കാലാവസ്ഥയെ പറ്റിയിട്ട്. എന്തുകൊണ്ടാണ് സായിപ്പും മദാമയൊക്കെ കാലാവസ്ഥയെ കുറിച്ചിട്ട് കൂടുതൽ പറയാനുള്ള കാരണം എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് ഒരുപാട്, അതായത് അമേരിക്കൻസ് ഒക്കെ ഒരുപാട് യാത്ര പോകുന്നവരാണ്, അതായത് ലോകം കാണുന്നവരാണ്. അപ്പൊ ഓരോരോ സ്ഥലത്ത് പല പല വെതറും പല പല ക്ലൈമറ്റും ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ ഇതെല്ലാം എന്താണ്, ഇതിനെല്ലാം പറ്റി സംസാരിക്കലാണ് ഇവരെ കാണുക. കാരണം ഒരുപാട് ലോകം കാണാത്തവർക്ക് കാലാവസ്ഥയെ പറ്റി പറയാനില്ല. കാരണം അവർക്ക് ആ കാലാവസ്ഥ മാത്രമാണ് അറിയുള്ളൂ. ലോകം മുഴുവൻ പോയേക്കണവർക്ക് ഒരുപാട് കാലാവസ്ഥയെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ക്ലൈമറ്റിനെ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അവർ തമ്മില് കാലാവസ്ഥയെ പറ്റി സംസാരിച്ചു എന്നിരിക്കാം. ക്ലിയർ ആണോ? ഓക്കെ. ഈ ബുക്ക് ഇതുകൂടി കഴിഞ്ഞാൽ കഴിയില്ലേ? ഇനി നിങ്ങൾക്ക് ഇനി ഏതാ ബുക്കാ ഉള്ളത്? ഇനി ഏത് ബുക്കാ ഉള്ളത്? ഇതുള്ളോ? ഒരു ബുക്കുള്ളോ? അല്ല, ഒന്നുകൂടി ഉണ്ട്. അതില് ഇതുപോലെ തന്നെ സ്റ്റോറീസാ? ഓക്കെ. മറ്റേ ഇവിടെ വിക്ടേഴ്സിൽ എത്രയായി? വിക്ടേഴ്സിൽ ഇത് കഴിഞ്ഞ അടുത്ത തുടങ്ങി. നെക്സ്റ്റ് ബുക്ക് തുടങ്ങിയോ? നെക്സ്റ്റ് ബുക്ക് തുടങ്ങിയോ? ഇതെടുത്തോണ്ടിരിക്കലാ. ഇതെടുത്തോണ്ടിരിക്കുകയാണോ? ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ.